വയനാട് ജില്ലയിലെ മാനന്തവാടിക്കടുത്ത് തിരുനെല്ലിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ ഹൈന്ദവ ക്ഷേത്രമായ തൃശ്ശിലേരി മഹാദേവ ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പരമശിവൻ പടിഞ്ഞാറ് ദർശനം നൽകി കുടികൊള്ളുന്നു. സ്വയംഭൂവായ ശിവലിംഗമാണ് തൃശ്ശിലേരിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെങ്കിലും ശ്രീ പരശുരാമനാണ് ഇവിടുത്തെ ലിംഗപ്രതിഷ്ഠ നടത്തിയതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. തൃശ്ശിലേരിയിലെ മഹാദേവന് വിളക്ക് വെച്ച് പാപനാശിനിയിൽ മരിച്ചവരുടെ പിതൃക്കൾക്ക് ബലിതർപ്പണത്തിന് ശേഷം തിരുനെല്ലിയിൽ മഹാവിഷ്ണുവിനെ വണങ്ങുന്നതാണ് പഴയ ആചാരം. വർഷം മുഴുവനും ഇവിടെ മരിച്ചവർക്ക് വേണ്ടിയുള്ള ബലിതർപ്പണം നടക്കാറുണ്ട്. സ്വയംഭൂവായ ശിവലിംഗമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. കിരാതമൂർത്തിയായാണ് പ്രതിഷ്ഠാസങ്കല്പം. പരമശിവന്റെ ശ്രീകോവിലിന് മുമ്പിലുള്ള നമസ്കാര മണ്ഡപത്തിൽ ശ്രീ പാർവതിയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പീഠവും ഗണപതി പ്രതിഷ്ഠയുമുണ്ട്. ഇതിനു പുറമെ ജലദുർഗ, ഗോശാല കൃഷ്ണൻ, ശാസ്താവ്, കന്നിമൂല ഗണപതി, ദൈവത്താർ, ഭദ്രകാളി, ഭഗവതി, നാഗദൈവങ്ങൾ എന്നീ ഉപപ്രതിഷ്ഠകളുമുണ്ട്. ജലദുർഗയുടെ പ്രതിഷ്ഠയുള്ള ശ്രീകോവിലിന് ചുറ്റും എല്ലാ കാലാവസ്ഥയിലും ഒരേ നിരപ്പിൽ വെള്ളം നിൽക്കുന്നു. പാപനാശിനിയിലെ ജലമാണ് ക്ഷേത്രത്തിലെ തീർത്ഥക്കുളത്തിലെത്തുന്നതും ജലദുർഗ പ്രതിഷ്ഠയെ വലയം ചെയ്യുന്നതും എന്നാണ് വിശ്വാസം. ജലദുർഗ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്നും അതിനു ചുറ്റുമുള്ള ജലം സർവ്വരോഗ സംഹാരിയാണെന്നും കരുതപ്പെടുന്നു. വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ നിന്നും 32 കിലോമീറ്റർ അകലെയാണ് തിരുനെല്ലി. റോഡ് മാർഗം മാത്രമാണ് നമുക്കിവിടെ എത്താൻ സാധിക്കുകയുള്ളൂ.